ഹായ് നമസ്കാരം, ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു SCERT പാഠഭാഗമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കുറച്ച് ലോങ് ആണ് ചാപ്റ്റർ, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് 1 മണിക്കൂർ മേലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ആദ്യ ഭാഗം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതായത് ഇനിയുള്ള ക്ലാസ്സുകളെ പറ്റി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം കൂടെ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു SCERT സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അതായത് കേരള ചരിത്രം, പിന്നെ ഇന്ത്യ ചരിത്രം, അതേപോലെ ലോക ചരിത്രം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ LDC എക്സാം നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു രാജ്യസഭയെ പറ്റിയൊക്കെ ചോദ്യം ചോദിച്ച സമയത്ത്, അതായത് ഭരണഘടനയിൽ നിന്ന് രാജ്യസഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച സമയത്ത് കുറച്ച് ഡെപ്തിൽ തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ SCERTയിലുള്ളതല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങൾ കുറച്ചുകൂടെ ഒരു +1 +2 ലെവലിലേക്കൊക്കെ അത് മാത്രം വെച്ചിട്ട് ക്ലാസ്സുകൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് 1-2 ക്ലാസ്സുകൾ മതിയാവും കേട്ടോ. പക്ഷേ എനിക്ക് അറിയേണ്ട കാര്യം അതല്ല. അതായത് നമ്മൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് 2024 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും 23 22 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ചെയ്യാനുള്ളത് 2021 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ആ ക്ലാസ് വേണോ എന്നുള്ളതിനെ പറ്റി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 2021 ആ ഒരു ഫുൾ PYQ സെഷൻ ചെയ്യണോ, അതോ ഇങ്ങനെ ഈ ഒരു SCERT ഇനിയിപ്പം ചരിത്രത്തിന് ശേഷം ജോഗ്രഫി അങ്ങനെയൊക്കെ വരുന്ന SCERT പോർഷൻസ് മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയോ? പിന്നെ അതിൻ്റെ കൂടെ PYQൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും 2024 നടന്ന വിവിധ പരീക്ഷകളിൽ. അപ്പോൾ അതെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിൽ വരുന്ന 8ാമത്തെ അധ്യായമാണ്. കേരളം ആധുനികതയിലേക്ക് എന്നുള്ളതാണ് ആ ഒരു പാഠത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇവിടെ വാസ്കോഡ് ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർട്ടുഗീസ് നാവികൻ അൽവാരോ ഹെൻഹോവിൻ്റെ ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് പുസ്തകം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഞാനിവിടെ ഒരു പോയിന്റ് പറയാൻ വേണ്ടി മാത്രം ഇത് പറയുവാണ്. അതായത് വാസ്കോഡ് ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർട്ടുഗീസ് നാവികൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് അൽവാരോ വെൻഹോവാണ് കേട്ടോ. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റാണ് ആ ഒരു ഡയറിയിൽ നിന്ന് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ഇനി ഈ ഒരു പാഠത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവേണ്ടതാണ്. അതായത് ഇപ്പോൾ ചില പാരഗ്രാഫിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളതൊന്നുമില്ലെങ്കിലും അത് ജസ്റ്റ് വായിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ ഒന്ന് കേട്ടിരിക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ പല സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലും അത്തരം കാര്യങ്ങൾ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. അതായത് 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത്. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. അവരുടെ വ്യാപാര തുക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർട്ടീസുകാരുടെ ലക്ഷ്യം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, പോർട്ടീസുകാരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ കേരളത്തിലെത്തിയ, അല്ലെങ്കിൽ കേരളത്തിൽ വ്യാപാരം നടത്തുന്നതിൽ പ്രധാനികളായിട്ടുള്ള അറബികളുടെയും അതേപോലെ ചൈനക്കാരുടെയും ഒക്കെ വ്യാപാര തുക അവസാനിപ്പിക്കുക എന്നതായിരുന്നു. ഇനി കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർട്ടീസുകാർ ആവശ്യപ്പെട്ടു. അതായത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് കോഴിക്കോട്ടെ ഭരണാധികാരിയായിട്ടുള്ള സാമൂതിരിയോട് ആവശ്യപ്പെട്ടവരാര്? ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, അങ്ങനെ പറയും. ആരാണ്? പോർട്ടുഗീസുകാരാണ്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർട്ടീസുകാരെ കുപിതരാക്കി. കോഴിക്കോടിൻ്റെ ശത്രു രാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ പരിശ്രമിച്ചു. കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർട്ടീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. പോർട്ടീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചു. കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കുരുമുളകിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി ഈ 1663 ഡച്ചുകാർ പോർട്ടീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1663 1663 എന്താണ്? ഡച്ചുകാർ പോർട്ടീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടെ അവർക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ
ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഇപ്പോൾ ഇവിടെ പഠിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്, ഞാൻ പറയാവേ. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് 1663 എന്താണ് ഡച്ചുകാർ പോർട്ടീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയതാണ്. ഇനി ഓർത്തു വെക്കേണ്ടത് 1741 കുളച്ചൽ യുദ്ധം നടന്നതാണ്. ഇത് ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും അതേപോലെ തന്നെ ഡച്ചുകാരുമായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ വിജയിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മ ഈ യുദ്ധത്തിൽ വിജയിച്ചു. ഡച്ചുകാരെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിനായി, അല്ലേ? പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിൽ നടന്നതാണെന്നുള്ളത്. അത് ഇംഗ്ലീഷുകാരും അതേപോലെ ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നതാണ് എന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത്രയും പോയിന്റ്സ് ആണ് ഇതിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. 1663 ഡച്ചുകാർ പോർട്ടീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയത്. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. അതിൽ മാർത്താണ്ഡവർമ്മ വിജയിക്കുകയും ഡച്ചുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരും അതേപോലെ ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയതാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നതാണ്. ഇനി അവിടെ വേറൊരു കാര്യം കൂടി ഓർത്തോണം. ഇവിടെ നോക്കിക്കേ, ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായപ്പം ഇനി കുഞ്ഞാലി മരക്കാരെ പറ്റി ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. അപ്പം എന്താണ്? കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. അപ്പോൾ ഓർത്ത് വെച്ചേക്കണേ, കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. അപ്പോൾ എവിടെയാണ് മരക്കാർ കോട്ടയുള്ളത്? കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ പുതുപ്പണത്താണ് മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവർ 4 പേരുണ്ടായിരുന്നു. അതായത് കുഞ്ഞാലി മരക്കാർ 1-മൻ, 2-മൻ, 3-മൻ, 4-മൻ, അങ്ങനെ 4 പേരുണ്ടായിരുന്നു. പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാർ 3-മനാണ്. അപ്പോൾ എത്രാമനാണ്? 3-മനാണ് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. ഇനി ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഇത് പലതവണ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫത്ഹുൽ മുബീൻ എഴുതിയത് ആരാണ്? ഗാസി മുഹമ്മദാണ്. ഇനി എന്തിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ഇനി ഈ ഒരു ഫത്ഹുൽ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ വിജയം എന്നതാണ് അർത്ഥം വരുന്നതെന്ന് കൂടി ഓർത്തേക്കുക. ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ളൊരീ രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ ഇനി അടുത്ത് നമുക്കിവിടെ നോക്കേണ്ടത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് വന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തിയത്? 1615 കാര്യം ഓർത്തേക്കുക. പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പാണ്ഡികശാല, ഇത് ശരിക്കും പണ്ടകശാലകളും എന്ന് പറയും കേട്ടോ. നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ പാണ്ഡികശാല എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി. അപ്പം എവിടെയൊക്കെയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എവിടെയൊക്കെയാണ്? വിഴിഞ്ഞത്ത്, അതേപോലെ തലശ്ശേരിയിൽ, അഞ്ചുതെങ്ങിൽ. ആ 3 സ്ഥലങ്ങളുടെ പേരൊന്ന് ഓർത്തു വെച്ചേക്ക്. ഇനി തുടർന്ന് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി അഞ്ചുതെങ്ങ് മാറി. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നു.
അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ് 1721. അപ്പം 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഇനി ഇത് എപ്പോഴും PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? 1721 ആറ്റിങ്ങൽ കലാപമാണ്. ഇനി മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ 1792 ഏത് ഉടമ്പടി വരുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നത്. ഇനി ഇത് പ്രകാരം എന്താണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മലബാർ ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ശ്രീരംഗപട്ടണ ഉടമ്പടി വഴി ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത് ഏതാണ്? മലബാറിനെയാണ്. ഇനി 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അപ്പം 1795 എന്താണ്? തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പകരമായിട്ട് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. അപ്പം ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഞാൻ ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ. ഇനി ഇവിടെ ഒരു ബോക്സിൽ കുളച്ചൽ യുദ്ധത്തിനെ പറ്റി സർദാർ KM പണിക്കറിൻ്റെ ഹിസ്റ്ററി ഓഫ് കേരളയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നുമായിരുന്നില്ല. പക്ഷേ കേരളം പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അപ്പം അത് മാത്രമൊക്കെ എടുത്ത് ചോദിക്കുക കേട്ടോ. അതായത് ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരം എന്താണ്? കുളച്ചൽ യുദ്ധമാണ്. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും. അപ്പോൾ അതിനെപ്പറ്റി സർദാർ KM പണിക്കറിൻ്റെ ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളാണ്. അപ്പോൾ ഇവിടെ വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്കിവിടെ ആദ്യം നോക്കാം, പഴശ്ശി കലാപങ്ങളെ പറ്റി നോക്കാം. അപ്പോൾ നോക്കുക, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശി രാജയാണ്. അപ്പോൾ ഏത് രാജകുടുംബത്തിലാണ്? കോട്ടയം രാജകുടുംബത്തിലെ ആളാണ് കേരളവർമ്മ പഴശ്ശി രാജ എന്ന് ഓർത്തേക്കുക കേട്ടോ. ഇനി മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശം നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശി രാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രവുമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്തോടെ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച ആളുകൾ ആരൊക്കെയായിരുന്നു? ചെമ്പൻ പോക്കറുണ്ട്, കൈതേരി അമ്പു നായരുണ്ട്, എടച്ചേന കുങ്കൻ നായരുണ്ട്, പിന്നെയോ വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു ഉണ്ട്. 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കുക. ഇനി ഇവിടെ കേരള സിംഹം എന്ന് പറഞ്ഞ് ഒരു ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2-3 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുനിന്ന് വന്നിട്ടുണ്ട്. ഒന്ന്, കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? അത് പഴശ്ശിരാജയാണ്. അപ്പോൾ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പിന്നെ ഒരു പരീക്ഷയിൽ ചോദിച്ചതാണ്, ബ്രിട്ടീഷ് രേഖകളിൽ
പൈച്ചി രാജ, അതേപോലെ കൊട്ടിയൂട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. അതും ആരാണ്? പഴശ്ശിരാജ തന്നെയാണ്. ഇനി പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. അതും ചോദിച്ചിട്ടുണ്ട്. കേരള സിംഹം എന്ന നോവൽ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കറാണ്. അപ്പം ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഒരു ചെറിയ കോളത്തിൽ നിന്ന് തന്നെ PSC ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായാണ് നോവലിലെ പരാമർശം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വേലുത്തമ്പിയും പാലിയത്തച്ഛൻ. അപ്പം ഞാൻ ആ പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് വേണ്ട കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഇയറുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന പരീക്ഷകളിൽ ഇയറുകൾ ഇപ്പോൾ കാലഗണന ക്രമത്തിൽ അറേഞ്ച് ചെയ്യൂ എന്നുള്ള രീതിയിൽ തരും ഓരോ സംഭവങ്ങളും. അത് നടന്ന വർഷങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, സംഭവങ്ങൾ മാത്രമായിരിക്കും തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഇയർ അറിയാമെങ്കിൽ മാത്രമേ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. 1809 ജനുവരി 11, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ കെട്ടിത്തൂക്കി. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ തുടർന്നു. ഇവിടെ പഠിക്കേണ്ടത് ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 1809 ജാനുവരി 11 എന്താണ്? കുണ്ടറ വിളംബരമാണ് കേട്ടോ. കുണ്ടറ വിളംബരം നടന്ന വർഷം വിത്ത് ഡേറ്റ് പഠിച്ചു വെച്ചേക്കുക. 1809 ജനുവരി 11. ഇനി എന്താണിത്? ഇത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടന്നത്? അതായത് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ കൂടുതലായിട്ട് ഇടപെടുന്നു. ഇതിനെതിരെ ദിവാൻമാരായിട്ടുള്ള വേലുത്തമ്പി ദളവയും അതേപോലെ പാലിയത്തച്ഛനും പ്രതിഷേധിച്ചതാണ് കുണ്ടറ വിളംബരത്തിലൂടെ. അപ്പോൾ ഈ ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടക്കുന്നത്. ഈ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു. പിന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടോ, മണ്ണടിയിലെ വേലുത്തമ്പി ദളവയുടെ പ്രതിമയും സ്മാരകവും എന്ന് പറയുന്നത്. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ പ്രതിമ അല്ലെങ്കിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് PSC ചോദിച്ചാൽ ഉത്തരം പറയണം. എവിടെയാണ്? മണ്ണടിയിലാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കേട്ടോ അവിടെ ജസ്റ്റ് നോക്കി വെക്കേണ്ടത്. ഇനി അടുത്തത്, കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നു. ഭരണനിയന്ത്രണം ഏറ്റെടുത്തതോടെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു. ഇതോടെ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. അപ്പോൾ അതിനകത്ത് ആ കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്തതാണെങ്കിൽ നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടക്ക, ഇരുമ്പയിരൊക്കെയാണ്. ഇറക്കുമതി ചെയ്തത് തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. അപ്പോൾ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡുകളും പാലങ്ങളും റെയിൽ പാലങ്ങളും പണിതു. ചരക്കു ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുറമുഖങ്ങൾ
വികസിപ്പിച്ചു. കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുറമുഖങ്ങളൊക്കെ വികസിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇനി കേരളത്തിലെ ആദ്യ റെയിൽപാത വന്നതിനെ പറ്റി പറയുന്നുണ്ട്. നോക്കാം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. സോ കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇനി എവിടം മുതൽ എവിടം വരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. പിന്നെ ഈ റെയിൽപാത 1861 നിർമ്മിച്ചത്. എന്നാണ്? 1861 അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് ആദ്യ റെയിൽപാത പണിതത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861 വർഷം വരുന്നത് റെയിൽപാത നിർമ്മിക്കുന്നത് കേട്ടോ. അടുത്തത് ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. അപ്പം ഇതും ആ പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം. എന്നിട്ട് പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഈ ഒരു ചെറിയ ബോക്സാണ്. ഇതിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഫാം വർക്കറിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ നടന്ന പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം നോക്കാം. ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂവുടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി. ഇതിനെതിരെ നടന്ന കലാപങ്ങളെപ്പറ്റി മുൻ അധ്യായത്തിൽ പരാമർശിച്ചത് ഓർക്കുമല്ലോ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിച്ചു. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് കണ്ടോ, അതായത് മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. ഇനി എന്നാണ് മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്? 1929. നമ്മൾ ലാഹോർ സമ്മേളനം നടന്ന വർഷം പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. ഇനി തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂവുടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക, അതായത് സർക്കാർ ഭൂമിയായിട്ട് മാറി. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിപ്പിച്ചു. ഇത് പണ്ടാരപ്പാട്ട വിളംബരമെന്ന് അറിയപ്പെടുന്നു. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരവും തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു. അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ നാമമാത്രമായ ഭൂവുടമകളായി മാറി. ഇതിന് പകരമായി അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. സോ കൊച്ചിയിൽ എന്നാണ് കുടിയായ്മ നിയമം നിലവിൽ വന്നത്? അത് 1914. ഇനി കണ്ടോ, ഇവിടെ ഓരോന്നിനെ പറ്റി പറയുന്നുണ്ട്. അതായത് പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് 1865 എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. അടുത്തത് കുടിയായ്മ നിയമം 1914 കൊച്ചിയിലാണ് നിലവിൽ വന്നത്. അടുത്ത മലബാർ കുടിയായ്മ നിയമം 1929 മലബാറിലാണ്. സോ ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇയേഴ്സും കൂടെ പഠിച്ചു വെച്ചേക്കുക. പണ്ടാരപ്പാട്ട വിളംബരം 1865, കുടിയായ്മ നിയമം കൊച്ചിയിൽ വന്ന് 1914, മലബാറിൽ കുടിയായ്മ നിയമം വന്നത് 1929. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണത്തെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഈ ഒരു കൊനോലി പ്ലോട്ടിനെ പറ്റിയാണ്. ഇത് കനോലി പ്ലോട്ടും എന്നും പല പബ്ലിക്കേഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അത്ര ആവശ്യമുള്ളതൊന്നും തന്നെ ഇല്ലേ. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി,
തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിൻ്റെ ഉൽപ്പാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായി മരച്ചീനി കൃഷി വ്യാപിപ്പിച്ചു. ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യമേർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറി. അപ്പോൾ ബ്രിട്ടീഷുകാരനായിരുന്നു കൊനോലി, ആ ഒരു കാര്യം ഓർത്തു വെച്ചേക്കുക. പിന്നെ ഇത് നോക്കിയേക്കുക, വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കൊനോലി തേക്ക് വെച്ച് പിടിപ്പിച്ചു. ഇത് പിന്നീട് കൊനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഇനി തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ച. ഇനി അടുത്തതാണ് തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ചയെ പറ്റി പറയുവാണ് കേട്ടോ. ഇതിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടെ തൊട്ടൊന്ന് നോക്കിയാൽ മതിയേ. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 2021 നടന്ന ഒരു പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു ആ ഒരു ഇയർ എന്ന് പറയുന്നത്. പിന്നെ അതല്ലാതെ മറ്റൊരു പരീക്ഷയിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എന്നുള്ള രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 1859 ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്. എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഇനി കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂരും കോഴിക്കോട്ടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു. സോ ആ സമയത്തെ വ്യവസായങ്ങളെ പറ്റിയൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഇനി ഇവിടെ നോക്കിക്കേ, ആധുനിക വ്യവസായങ്ങളുടെ ഉദയം. അപ്പൊ അത് ഇവിടെ തൊട്ട് ഞാൻ ജസ്റ്റ് വായിക്കാം. പഠിക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രമാണ്. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായശാലകളാണ് ചുവടെ തന്നിട്ടുള്ളത്. അപ്പൊ പള്ളിവാസൽ വൈദ്യുത നിലയം ആരുടെ കാലത്താണ്? ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ആ ഒരു ജില്ല എവിടെയാണെന്നുള്ളത് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം. ആദ്യം പുനലൂർ പേപ്പർ മില്ല്. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം പുനലൂര് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. സോ പുനലൂർ പേപ്പർ മില്ല് കൊല്ലം ജില്ലയില്. അതേപോലെ കളമശ്ശേരിയിലെ ഫാക്ട്. അപ്പൊ ഫാക്ട് എവിടെയാണ്? എറണാകുളത്താണ് കളമശ്ശേരിയിലെ ഫാക്ട്. പിന്നെയോ കുണ്ടറ സിറാമിക്സ്, അതും എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി റബ്ബർ വർക്ക്സ്, അത് തിരുവനന്തപുരത്താണ്. പിന്നെ ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിലാണ്. അളഗപ്പ തുണിമില്ല് കൊച്ചിയിലാണ്. അപ്പോൾ ആ കാലത്ത് സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകളാണ് പുനലൂർ പേപ്പർ മില്ല് കൊല്ലത്താണ്. അതേപോലെ കൊല്ലത്തുള്ളതാണ് കുണ്ടറ സിറാമിക്സ്. പിന്നെ എറണാകുളത്താണെങ്കിൽ കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളത്താണ്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിലാണ്. അതേപോലെ അളഗപ്പ തുണിമില്ല് കൊച്ചിയിലാണ്. ഇപ്പൊ എറണാകുളം എന്ന് തന്നാലും കറക്റ്റ് അത് തന്നെയാണ് കേട്ടോ. പിന്നെ റബ്ബർ വർക്ക്സ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ അത് ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. പിന്നെ അടുത്തത് ഇവിടെ പറയുന്നുണ്ട് സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സാന്നിധ്യം. യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. ഇത് ഞാനിപ്പോ ഈ ഒരു പാരഗ്രാഫ് ഒക്കെ വായിച്ചു പോകാൻ കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പരീക്ഷകളിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അങ്ങനെയാണോ അതോ അതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നത്. അതൊക്കെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി. അപ്പൊ ഒന്ന് കേട്ടാൽ നമുക്ക് അത് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ പഠിക്കേണ്ടത് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയും, അത് പഠിച്ചു വെക്കുക. ബാക്കി ജസ്റ്റ് നിങ്ങൾ കേട്ടു പോകുക കേട്ടോ. അപ്പൊ യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടു
നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അപ്പോ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? SCERT പറയുന്നതാണ്. ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണേ. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അർണോസ് പാതിരിയാണ്. അപ്പോ മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അർണോസ് പാതിരിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? അത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ അല്ലേ? മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. അപ്പോൾ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. പിന്നെയോ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. അപ്പോൾ രാജ്യസമാചാരവും പശ്ചിമോദയവും ഒക്കെ എന്താണ്? മലയാളത്തിലെ ആദ്യ പത്രങ്ങളാണ്. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതും ഈ കഴിഞ്ഞ 2024 നടന്ന ഒരു പരീക്ഷയിൽ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണിത്. അതായത് ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS ഇതിന്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി CMS ഇതിന്റെ പ്രവർത്തന മേഖല വരുന്നത് കൊച്ചിയും തിരുവിതാംകൂറുമാണ്. കൊച്ചിയും ഉണ്ട്, അതേപോലെ തിരുവിതാംകൂറും ഉണ്ട്. അടുത്തത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഇത് മലബാർ ആണ് പ്രവർത്തന മേഖല. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. LMS ആണെങ്കിൽ തിരുവിതാംകൂർ, CMS ആണെങ്കിൽ കൊച്ചി, തിരുവിതാംകൂർ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണെങ്കിൽ BEM ആണെങ്കിൽ അത് മലബാർ ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തു വെച്ചേക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇതിൽ ചെറിയ ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവേ. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാവിധികളെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അക്കാലത്ത് കുറ്റാരോപിതന്റെ ജാതിയെ അടിസ്ഥാനമാക്കിയാണ് വിചാരണയും ശിക്ഷയും നടപ്പാക്കിയിരുന്നത്. ഈ നീതിന്യായ വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ പരിഷ്കരിച്ചു. കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഇതോടെ അതീതമായി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായി. കേസുകളുടെ വിചാരണയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു. വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. ഓർത്തു വെച്ചേക്കണേ, വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായി നടത്തിയത് എവിടെയാണ്? മലബാറിലാണ്. ഇക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്നും മരുന്ന് വരുത്താൻ ഒരു കമ്പനിയെ തന്നെ രാജാവ് നിയമിച്ചു. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാര് വന്ന സമയത്ത് നമുക്ക് എന്താ കുറെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാ ക്രമം മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരെ നിയമങ്ങൾ നിലവിൽ വന്നു. മക്കത്തായ സമ്പ്രദായത്തിനാണ് ഈ നിയമങ്ങൾ ഊന്നൽ നൽകിയത്. ഇത് പ്രകാരം തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. ഇത് തറവാട്, കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമായി. കേരളത്തിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഭരണം സുഗമമാക്കാനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ പരിഷ്കാരങ്ങൾ. എങ്കിലും കേരളീയ സമൂഹത്തിന്റെ ആധുനീകരണത്തിന് ഇവ സഹായകമായി. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് ഇവർക്ക് ഈ ഒരു ഭരണം പിടിച്ചെടുക്കാനും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യാൻ, മൊത്തത്തിൽ ഇന്ത്യയിലുള്ളവരെ മൊത്തത്തിൽ ചൂഷണം ചെയ്യാൻ, നമ്മളിപ്പോ കേരളത്തിനെ പറ്റി പഠിക്കുന്നതേ ഉള്ളൂ, ഇന്ത്യയിലുള്ളവരെയും എല്ലാവരെയും ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ ഇവർ ഇറക്കിയെങ്കിലും എന്താണ് നമ്മുടെ ഈ ഒരു ആധുനികവൽക്കരണത്തിന് അല്ലെങ്കിൽ മോഡേണൈസേഷനിലേക്ക് അല്ലെങ്കിൽ കുറെ പുതിയ ടെക്നിക്കുകൾ, പുതിയ കുറെ യന്ത്രങ്ങൾ ഒക്കെ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്താണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ മാറ്റങ്ങളും. അപ്പൊ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഒരു ഭ്രാന്താലയം, നമുക്കറിയാം അല്ലെ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണെന്നുള്ളത്. നോക്കാം. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇങ്ങനെ പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്.
ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകളിലും സ്ഥിരം PSC ചോദിക്കാറുള്ളതാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനങ്ങൾ, പ്രവർത്തനങ്ങൾ. ഇത് നമ്മുടെ PSC ക്ലൈംബർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ ഒരു ഇമേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ SCRT-യിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പഠിച്ച് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ മിക്ക ദിവസങ്ങളിലും ഞാൻ ഇമേജ് പോലെയൊക്കെ ഇടാറുണ്ട്. അപ്പൊ അത് ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. അതെന്തിനാ ഞാൻ അങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ ബുക്കും നോട്ടും ഒന്നും ഇല്ലെങ്കിൽ ഫോണിന്റെ അകത്ത് ഈ ഒരു ഇമേജ് ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് നോക്കാം. ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാൽ അത്രയായി അല്ലെ. അപ്പം ഫോണിൽ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഫോണില്ലാതെ നമ്മൾ എവിടെയും പോയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഫോൺ ഉള്ളപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ്, സമത്വ സമാജം, അങ്ങനെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PSC ഇതുപോലെ പഠിച്ച് മുൻപോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാമിൽ വന്നിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി PSC ക്ലൈംബർ. അപ്പോൾ ചാനലിന്റെ ആ ഒരു ഇത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജമാണ് സ്ഥാപിച്ചത്. ഈ കഴിഞ്ഞ 2024 ജൂലൈ മാസം നടന്ന ഒരു പരീക്ഷയിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുണ്ഠ സ്വാമികള് സമത്വ സമാജം. ഇനി ചട്ടമ്പി സ്വാമികളാണെങ്കിലോ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. പൊതുവെ ഈ ചട്ടമ്പി സ്വാമികളെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റിയാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികളെ പോലെയുള്ളവരെ അവരുടെ കൃതികളുമായിട്ട് ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രാചീന മലയാളം ആരുടെ ആണെന്നുള്ള രീതിയിൽ. അപ്പൊ അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. റാങ്ക് ഫയൽ വെച്ച് അത് തീർച്ചയായിട്ടും പഠിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പം ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ കൂടുതലും പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ മരുമക്കത്തായം ആ ഒരു സമ്പ്രദായത്തിനെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്ത നേതാവ് ആര് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് ചട്ടമ്പി സ്വാമികളാണെന്ന് ഓർക്കുക. അടുത്ത ശ്രീനാരായണ ഗുരു എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അടുത്തതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അടുത്തത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. ഇതും PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി ഏതാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ് സ്ഥാപിച്ചത്. അപ്പൊ ഇപ്പൊ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ നോക്കാം. വൈകുണ്ഠ സ്വാമികള് സമത്വ സമാജം, അല്ലെങ്കിൽ തിരിച്ചു ഓർത്ത് വെച്ചേക്കാം, സമത്വ സമാജം എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥ, അതേപോലെ സംബന്ധം, മരുമക്കത്തായത്തിനെതിരെ പോരാടുക, ഇതൊക്കെ ആരാണ് ചെയ്തത്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. പിന്നെ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പൊ അത് നിങ്ങൾ റാങ്ക് ഫയലിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. അതായത് പള്ളിയോടനുബന്ധിച്ച് ഇങ്ങനത്തെയുള്ള അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് ആരാണെന്നുള്ള രീതി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേട്ടോ. പിന്നെ അടുത്തത് സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. പിന്നെ വാഗ്ഭടാനന്ദൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അപ്പൊ ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനാണ്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ സഹോദരൻ അയ്യപ്പന്റെ ആണ് സഹോദര പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പന്റേത് സഹോദര പ്രസ്ഥാനം. അതേപോലെ പണ്ഡിറ്റ് KP കറുപ്പൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അരയ സമാജം ആരാണ് സ്ഥാപിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്തത് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇനി യോഗക്ഷേമ സഭ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. പിന്നെ ഈ കഴിഞ്ഞ പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞിരിക്കുന്നതിൽ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. മരുമക്കത്തായ സമ്പ്രദായത്തിനെതിരെയൊക്കെ പോരാടിയത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. സഹോദരൻ അയ്യപ്പന്റെ സ്ഥാപനം ഏതാണ്? സഹോദര സ്ഥാപനമാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ചത് ഏതാണ്? അരയ സമാജമാണ്. മന്നത്ത് പത്മനാഭനാണെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയാണ്. VT ഭട്ടതിരിപ്പാടിന്റെയാണ് യോഗക്ഷേമ സഭ. പിന്നെ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ദൈവദശവും ആത്മോപദേശ ശതവും ഇത് രണ്ടും ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഓക്കെ, അപ്പോ ഇത് ഇദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്ന് ചില ലൈൻസ് എടുത്ത് വന്നിട്ട് ഇത് ആരുടെ ആണെന്നുള്ള രീതിയിലൊക്കെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ
സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. അപ്പൊ ചാന്നാർ ലഹള നിങ്ങളത് റാങ്ക് ഫയലൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ആ സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു? ഉത്രം തിരുനാൾ മഹാരാജാവായിരുന്നു. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ആ ഡേറ്റ് എന്നുള്ളത്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. പിന്നെ ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിലുള്ളവർക്ക് കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒന്ന് ഇങ്ങനെ ചോദിക്കാം, ഈ ഒരു ഇത് തന്നിട്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ഇപ്രകാരം ഇദ്ദേഹം എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത്, അത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയവും വായനശാലകളും സ്ഥാപിച്ചു. അപ്പോ എന്താണ്? ക്ഷേത്രത്തിനോടനുബന്ധിച്ച് എന്താണ്? വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പള്ളികളോടനുബന്ധിച്ച് ഇതേപോലെ വിദ്യാലയങ്ങളും അനാഥാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പം രണ്ടും ഓർത്തു വെച്ചേക്ക് കേട്ടോ. പിന്നെ അടുത്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. അപ്പം അത് ഓർത്തേക്കുക, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഈ പ്രഖ്യാപനം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. അതേപോലെ ആലുവയിൽ എവിടെ വെച്ചാണ് ഇത്? ആലുവയിലെ സർവമത സമ്മേളനത്തിലാണ് ഇത് പറയുകയുണ്ടായത്. ഇനി ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം. ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കാറുണ്ട് ആ ഇയർ. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്നാണ്? 1924, 1924. ഓക്കെ. ടി കെ മാധവന്റെ നേതൃത്വത്തിൽ, ആരുടെ നേതൃത്വത്തിലാണ്? ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ഈ സമരങ്ങളെ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. അപ്പൊ അവിടെ ഓർത്തു വെക്കേണ്ടത് 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ആരുടെ നേതൃത്വത്തിലായിരുന്നു? ടി കെ മാധവന്റെ നേതൃത്വത്തിലായിരുന്നു. പിന്നെ ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് ആരാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്? PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു സമരത്തെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. അപ്പൊ ഈ SCRT പഠിക്കുമ്പോൾ ഗുണം എന്താണെന്നറിയോ? ഇപ്പൊ നടക്കുന്ന പരീക്ഷകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, കാലഗണനാക്രമത്തിൽ അറേഞ്ച് ചെയ്യൂ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ SCRT പഠിച്ചു വായിച്ചു പോകുന്നവരാണെങ്കിൽ നമുക്ക് ഏകദേശം ഓക്കെ, നമുക്ക് ആ ഇയർ മനസ്സിലായില്ലെങ്കിലും, ഇയർ നമ്മുടെ മനസ്സിൽ ആ പോയിന്റിൽ ഇല്ലെങ്കിലും നമ്മൾ വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറ്റി പഠിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നോക്കുക, ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എന്നായിരുന്നു നടന്നത്? 1931 എന്നാണ്? 1931 AK ഗോപാലനായിരുന്നു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അപ്പൊ ആരായിരുന്നു വോളണ്ടിയർ? AK ഗോപാലനായിരുന്നു. P കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുണ്ട്. എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം? 1936 നവംബർ 12 എന്നാണ്? 1936 നവംബർ 12. മറ്റൊരു രീതിയിൽ അവിടുന്ന് ചോദിക്കും, അതായത് ഈ ഒരു ക്ഷേത്ര പ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് സത്യാഗ്രഹം ഒക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പൊ എന്താണ്? വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള പ്രക്ഷോഭങ്ങളാണ് ഈ ഒരു ക്ഷേത്ര പ്രവേശന വിളംബരം 1936 ക്ഷേത്ര പ്രവേശന വിളംബരത്തിലേക്ക് നയിച്ചത്. അപ്പൊ ആ ഒരു ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വൈക്കം സത്യാഗ്രഹം 1924 ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം 1931 ആൻഡ് 1936 നവംബർ 12 ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നത്.
അടുത്തതാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. നോക്കാം, ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെ പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. അപ്പൊ എന്താണ്, മലബാറിലെ പോലെയുള്ള സമരങ്ങൾ അത്ര ആ ഒരു ശക്തിയിൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒന്നും നടന്നിരുന്നില്ല. അതിന് കാരണം എന്തായിരുന്നു, മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം നേരിട്ടുള്ള ഭരണമായിരുന്നു. പക്ഷേ കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ അവർ പരോക്ഷ രീതിയിലാണ് ഭരിച്ചത്, ഒരു റെസിഡന്റുമാരിലൂടെയാണ് അവർ ഭരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ബ്രിട്ടീഷുകാരുടെ ആ ഒരു നേരിട്ടുള്ള ഭരണത്തിനെതിരെ അത്രയും കാര്യങ്ങൾ അവർ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ എന്ത് ചെയ്തു, മലബാറിലെ ആളുകൾ പ്രതിഷേധിച്ചു. പക്ഷെ അത്രയും ഒരു ശക്തി രാഷ്ട്രീയ സമരങ്ങൾക്ക് കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഓരോ സ്ഥലത്തെ നോക്കുകയാണ് കേട്ടോ. മലബാറിൽ നമ്മൾ പറയുവാണ്, ഒന്നാം ലോകയുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബെസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് വെച്ച് നടന്നു. അപ്പോ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 ആദ്യത്തെ സമ്മേളനം നടന്നത് 1916 ആരുടെ അധ്യക്ഷതയിലാണ്, ആനി ബെസന്റിന്റെ അധ്യക്ഷതയിലാണ്. എവിടെ വെച്ചാണ് നടന്നത്, പാലക്കാട് വെച്ചാണ് നടന്നത്. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. സോ ഈ 1916 കാലഘട്ടത്തില് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത് ആരൊക്കെ കൂടിയായിരുന്നു, KP കേശവ മേനോൻ ഉണ്ടായിരുന്നു, KP രാമൻ മേനോൻ ഉണ്ടായിരുന്നു, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ ഇവരൊക്കെയായിരുന്നു. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പൊ ഇത് SCERT പറയുന്നതാണ്, കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. 1920 കാരണം പല റാങ്ക് ഫെയിലും ആ ഒരു ഡേറ്റിൽ വ്യത്യാസമുണ്ട്, ഗാന്ധിജി എത്തിയ വർഷത്തിനൊക്കെ വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. സോ 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു, മുഹമ്മദ് മൗലവി ആയിരുന്നു. മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ആയിരുന്നു സെക്രട്ടറി ആയിരുന്നത്. അതേ തുടർന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മലബാർ കലാപം നടന്നത് 1921 അപ്പൊ ആ ഡേറ്റ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോണേ. 1921 മലബാർ കലാപം. അപ്പൊ കാലഗണനാ ക്രമം അനുസരിച്ച് എഴുതുന്നുള്ള രീതിയിൽ PSC ഇതും വൈക്കം സത്യാഗ്രഹവും ഒക്കെ നടന്നാൽ അത് വെച്ച് നോക്കുമ്പോൾ ആരാണ് ആദ്യം നടന്നത്, അത് ഏതാണ്, ഈ പറഞ്ഞ മലബാർ കലാപമാണ്. കാരണം 1921 അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, വൈക്കം സത്യാഗ്രഹം വരുന്നത് 1924 1930കളിൽ നിയമ ലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. 1930കളിൽ K കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്, കേളപ്പൻ എവിടെയാണ് നേതൃത്വം നൽകിയത്, പയ്യന്നൂരാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ ആണെങ്കിൽ കോഴിക്കോടാണ്. ഓക്കെ, ഇനി ഉപ്പ് നിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യഷാപ്പ് ടിക്കറ്റിങ്ങുകളും ഖാദി പ്രചാരണവും നിയമലംഘനത്തിന്റെ ഭാഗമായി നടന്നു. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. അപ്പോൾ 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുന്നത്. ഇതേ തുടർന്ന് എന്താണ്, കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. കോൺഗ്രസിലെ ചില പ്രവർത്തകർ ചേർന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് മാറി. ഓക്കെ, ഇനി 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ടു. അപ്പോ 1939 ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്
എന്തായി മാറിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറിയത്. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. സോ ആ സമയത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? EMS ഉണ്ടായിരുന്നു, AK ഗോപാലൻ ഉണ്ടായിരുന്നു, P കൃഷ്ണപിള്ളയുണ്ട്. ഇവരൊക്കെയായിരുന്നു ആ സമയത്തെ പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമെതിരെ സമരസജ്ജരാക്കി. കയ്യൂർ, മൊറാഴ, കരിവെള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പനികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിലുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. ഫറൂഖ് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്തു. ഓക്കെ, അപ്പോ ഇവിടെ പൂക്കോട്ടൂർ യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നിസ്സഹരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. അപ്പൊ പൂക്കോട്ടൂർ യുദ്ധം എന്തിനോടനുബന്ധിച്ച് നടന്നതാണ്? 1921 മലബാർ കലാപത്തിനോടനുബന്ധിച്ച് നടന്നതാണ്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. അപ്പൊ ഓർത്തു വെക്കേണ്ടത് പൂക്കോട്ടൂർ യുദ്ധം എന്തിനോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്? മലബാർ കലാപത്തിനോട് അനുബന്ധിച്ച് നടന്ന സംഭവമാണ്. ഇനി ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റി നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. ഇപ്പൊ ക്വസ്റ്റ്യൻ ആണേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഏത് സമ്മേളനത്തിലാണ്? 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹത്തിനെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. അപ്പൊ ജാലിയൻ വാലാബാഗ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കൂ കേട്ടോ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു. ഈ കഴിഞ്ഞ അതായത് 2024 തന്നെ നടന്ന ഒരു പരീക്ഷയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. അപ്പൊ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തതാണ്, ഇപ്പൊ നമ്മൾ മലബാറിലെ കാര്യം പറഞ്ഞു. ഇനി തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭങ്ങളെ പറ്റി പറയുവാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. അപ്പൊ എന്നാണ്? 1891 മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ JP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട് മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇത് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നു. 1896 ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. അപ്പോൾ 2 ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1891 മലയാളി മെമ്മോറിയൽ, 1896 എന്ത്? ഈഴവ മെമ്മോറിയൽ നടക്കുന്നത്. ഇനി തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. സോ സ്വദേശാഭിമാനി ഒരു പത്രമാണ്. ഈ പത്രത്തിന്റെ പത്രാധിപരാരായണോ? രാമകൃഷ്ണപിള്ളയാണ്. ഓക്കെ, ഇനി സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാ അനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. അപ്പൊ എന്നാണ്? 1932 എന്താണ്? ജനസംഖ്യാ അനുപാതമായിട്ട് സംവരണം വേണം. സർക്കാർ ജോലികളിലും നിയമസഭയിലും ഒക്കെ എന്താണ്? ജനസംഖ്യാ അനുപാതിക
സാമ്പത്തികമായിട്ട് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ഒന്ന് ഓർത്തു വെച്ചേക്കണേ, കാര്യം അത് തെറ്റിച്ചു തന്നിട്ട് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ ചോദിക്കാം. 1932 ഈ ഒരു നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സമരം നടന്നത്. പിന്നെ 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. അപ്പൊ എന്നാണ് 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപപ്പെട്ടു കേട്ടോ. അപ്പോൾ ഓർത്തു വെച്ചേക്കുക. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. അപ്പൊ എന്നാണ് 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്, അതും ഓർത്തു വെക്കുക. ഇനി ഇവിടെ പുന്നപ്ര വയലാർ സമരത്തിനെ പറ്റി നമ്മുടെ C കേശവന്റെ പ്രസംഗത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കാവേ. തിരുവിതാംകൂർ പൗര സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗര സ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. ഇത് ആരുടെയാണ്? C കേശവന്റെ പ്രസംഗത്തിൽ നിന്നുള്ള പ്രസ്താവങ്ങളാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെ ഇവിടെ K രാമകൃഷ്ണ പിള്ളയുടെ കുറച്ച് ലൈൻസ് പറയുന്നുണ്ട്. എന്റെ ദൈവം കല്ലും മരവുമല്ല, എന്റെ രാജാവ് അഴിമതിക്കാരായ രാജസേവകന്മാരുമല്ല. എന്നെ നാടുകടത്തുന്ന രാജസേവകന്മാരുടെ പേരിൽ ഭക്തിയില്ലെന്ന കുറ്റത്തിനാണെങ്കിൽ ആ ശിക്ഷാ നിയമം ആ സേവകന്മാരുടെ മനോരാജ്യത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ള വകയായിരിക്കാം. തിരുവിതാംകൂർ രാജ്യത്തിലെ ശിക്ഷാ നിയമപ്രകാരമായിരിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ നാടുകടത്തൽ, കാരാഗൃഹം മുതലായ ശിക്ഷകളെ ഭയപ്പെടേണ്ടവർ കൊട്ടാരങ്ങളിൽ കൊലപാതകം ചെയ്തും സാധുജനങ്ങളുടെ ധനാപഹാരം ചെയ്തും യജമാനന്മാരെ ദ്രോഹിച്ചും ഈശ്വര സങ്കല്പത്തിന് വിരുദ്ധമായ മറ്റു അകൃത്യങ്ങൾ പ്രവർത്തിച്ചും പാപക്കുണ്ടിൽ പതിച്ചിരിക്കുന്നവരാണ്. അപ്പൊ ഇത് K രാമകൃഷ്ണ പിള്ളയുടെ വാക്കുകളാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, നാടുകടത്തപ്പെട്ടു എന്നുള്ള കാര്യം. അടുത്തത് കൊച്ചിയിലെ പ്രക്ഷോഭങ്ങളെ പറ്റി പറയുവാണ്. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം 1936 ഇലക്ട്രിസിറ്റി സമരം എന്നുള്ള കാര്യം ഓർത്തേക്കുക. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 S നീലകണ്ഠയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. അപ്പം ആരുടെ നേതൃത്വത്തിലാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപപ്പെട്ടത്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ, അതേപോലെ S നീലകണ്ഠ അയ്യർ. E ഇക്കണ്ടവാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ അതൊന്ന് കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കുക. അടുത്തത് ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗം ശ്രദ്ധിച്ചല്ലോ, കണ്ടോ? ഇവിടെ ഒരു പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് കൂടിയ സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ മിസ് ആനി മസ്ക്രീൻ ചെയ്ത പ്രസംഗമാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ വായിക്കുന്നില്ല, വലിയ ആവശ്യമുള്ള കാര്യമല്ല. അപ്പോൾ ആ പ്രസംഗം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം, ഒറ്റ തവണ ഒന്ന് കേട്ടിരുന്നാൽ മതിയെ. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വ്യവസ്ഥ ഏറ്റവും അതൃപ്തികരമായ ഒന്നാണ്. ഒരു വശത്ത് കുബേരന്മാർ സുഖിക്കുകയും മറുവശത്ത് 80% ആളുകളും ദുരിതം അനുഭവിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് പട്ടിണിയും പരിവട്ടവുമായിട്ടാണ് നമ്മുടെ ആളുകൾ കഴിയുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥ മാറാതെ തിരുവിതാംകൂറിൽ ഒരു ഭരണകൂടത്തിന് ജീവിക്കാൻ സാധ്യമല്ല. ഒരു സ്ഥിതി സമീകരണം കൊണ്ട് മാത്രമേ സാമ്പത്തിക വ്യവസ്ഥ മാറുകയുള്ളൂ. ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആയാൽ മാത്രമേ തിരുവിതാംകൂറിന് നിലനിൽക്കാൻ സാധ്യമുള്ളൂ. അത് മാറുന്നത് ഒരു രക്തച്ചൊരിച്ചിൽ കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. അപ്പൊ ഇത് ആരുടെയാണ്? ആനി മസ്ക്രീന്റെ പ്രസംഗമാണ്. അപ്പൊ നോക്കാം, സ്ത്രീകളും കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ആയിത്തോച്ചാടനം, ഹരിജനോദ്ധാരണം,
ഖാദി പ്രചാരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായാണ് അറിയപ്പെടുന്നത്. അപ്പം അത് എന്നാണ്, ഇയർ ഒന്ന് ഓർത്തു വെച്ചേക്കുക, 1931 മലബാറിൽ A.V. കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ്. സോ മലബാറിൽ ആരാണ് ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്? A.V. കുട്ടിമാളു അമ്മയാണ്. തിരുവിതാംകൂറിലാണെങ്കിൽ അക്കമ്മ ചെറിയാനും അതേപോലെ ആനി മസ്ക്രീനുമാണ്. ഇനി അടുത്തത് നോക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്, ഐക്യ കേരളത്തിലേക്ക്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2024 PYQ മീൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുമല്ലോ. അപ്പൊ അതിൽ ഒരു PYQ നമ്മൾ ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ നോക്കാം, ഒരേ ഭാഷ സംസാരിച്ചിരിക്കുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണ മേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. സോ ഓർത്തേക്കുക, 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ എന്നുവരെയാണ്, ഏപ്രിൽ 26 വരെയാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. സോ ബാരിസ്റ്റർ ടി പ്രകാശത്തിനെ അറിയപ്പെടുന്നതാണ് ആന്ധ്ര കേസരി. ഏത് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം? 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യ പ്രാപ്തിക്കു ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. അപ്പം ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1949 ജൂലൈ 1 എന്നാണ്. 1949 1949 കേട്ടോ, ജൂലൈ 1 എന്ത് ഉണ്ടായത്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്, 1.25 കോടി മലയാളികൾ ആരുടെ ഗ്രന്ഥമാണ്? ആരുടെയാണ്? EMSന്റെ ഗ്രന്ഥമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. എന്നാണ്? 1956 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇനി ഐക്യ കേരള പ്രതിജ്ഞയെ പറ്റി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് പ്രതിജ്ഞ എന്താണെന്നൊന്നും വായിക്കണമെന്നില്ല, ജസ്റ്റ് ഇത് മാത്രം ഓർത്തിരിക്കുക. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NB കൃഷ്ണവാര്യരാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. കണ്ടോ, കേരളം ആധുനികതയിലേക്ക്, യൂറോപ്യരുടെ വരവിനെ പറ്റി നമ്മൾ പറഞ്ഞു, ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ പറഞ്ഞു, സാമ്പത്തിക മാറ്റങ്ങള്, സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ മാറ്റങ്ങള്, ദേശീയ പ്രസ്ഥാനം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.